നമസ്കാരം. ഡോക്ടർ മനഃശാസ്ത്രയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിപോലെ ഇന്ന് വളരെ വിശിഷ്ടമായ ഒരു അതിഥിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 20 വർഷമായി ട്രെയിനിങ്ങുകളും കൗൺസിലിങ്ങുകളും നൽകിക്കൊണ്ടിരിക്കുന്ന വളരെ വിശിഷ്ടനായ ഒരു അതിഥിയാണ്. 10,000-ൽ പരം ട്രെയിനിങ്ങുകൾ ഇദ്ദേഹം ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. 6 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് ട്രെയിനിങ് നൽകി കഴിഞ്ഞു. 4 ലക്ഷത്തിൽ പരം അധ്യാപകർക്ക് ട്രെയിനിങ് നൽകി കഴിഞ്ഞു. വളരെ വിശിഷ്ടനായ അതിഥിയെ സ്വാഗതം ചെയ്യാം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ ടി.പി. ശശികുമാർ, അദ്ദേഹത്തിന്റെ ബിരുദങ്ങളുടെ പട്ടിക തന്നെ നീണ്ടു കിടക്കുന്നു. MSc മാത്തമാറ്റിക്സ്, MPhil, ഒപ്പം LLB, MBA HR, MSc സൈക്കോ തെറാപ്പി, അങ്ങനെ നീണ്ടു കിടക്കുന്നു ആ പട്ടിക. എന്തായാലും അദ്ദേഹത്തിലേക്ക് തന്നെ കടക്കാം. സാർ, വളരെ അധികം ട്രെയിനിങ്ങുകൾ ഇതിനകം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. UAE പലതവണ വന്നിട്ടുണ്ട്. നമുക്ക് തന്നെ ഇവിടെ അതിഥിയായി ഇതിനു മുന്നേ ഒരു ഷോയിൽ ലഭിച്ചിട്ടുമുണ്ട്, മിഴിയോരം എന്ന് പറഞ്ഞ പരിപാടിയിൽ. നാട്ടിലുള്ള വിദ്യാർത്ഥികളെയും ഇവിടെയുള്ള വിദ്യാർത്ഥികളെയും നാട്ടിലുള്ള പേരൻസിനെയും ഇവിടെയുള്ള പേരൻസിനെയും ഒക്കെ കമ്പയർ ചെയ്യാണ്. എന്താണ് ഒരു ഡിഫറൻസ് തോന്നിയിട്ടുള്ളത്? ഒന്ന്, കേരളത്തിലെ സ്കൂൾസിലെ കുട്ടികൾ നമ്മൾ സാധാരണ കേരളത്തിലെ മലയാളീസിനെ മാത്രമേ കാണുള്ളൂ. ഇവിടെയുള്ള ഏത് സ്കൂൾസിൽ പോയാലും ഒരു മിക്സ്ഡ് കൾച്ചറുള്ള കുറേ കുട്ടികളെ കാണാൻ പറ്റും. കേരളത്തിൽ അധികം ആക്ടിവിറ്റീസ് ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. ഇവിടെ കുറേ ഫെസിലിറ്റീസും കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. കേരളത്തിലെ കുട്ടികൾക്ക് പാരൻസുമായിട്ട് മിങ്കിൾ ചെയ്യാനുള്ള ഇഷ്ടം പോലെ സമയമുണ്ട്. അതേസമയത്ത് ഇവിടെ പാരൻസ് മിക്കവാറും വർക്കിംഗ് ആവും, അവർ വളരെ ബിസി ആവും. അതുകൊണ്ടുണ്ടാവുന്ന കുറേ ഇൻട്രാക്ഷൻസിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ദർ ഇസ് എ കൾച്ചറൽ ഡിഫറൻസ്. പിന്നെ ഫാക്കൽറ്റിയുടെ ടീച്ചിങ് ക്വാളിറ്റീസ് ചിലപ്പം ലാംഗ്വേജ് വൈസ് ഇവിടെ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ സബ്ജക്റ്റ് വൈസും സയൻസും മാത്സും ഒക്കെ പഠിക്കാനുള്ള കഴിവുകൾ നാട്ടിലെ കുട്ടികൾക്കാണ് കുറച്ച് കൂടുതൽ കണ്ടിട്ടുള്ളത്. ആസ്പിറേഷൻസ് നോക്കുന്ന സമയത്ത് നാട്ടിൽ കുറേ കുട്ടികൾക്ക് ഹൈ ആസ്പിറേഷൻസ് ഉണ്ട്. ഇവിടെ ഏറ്റവും നല്ല മാർക്ക് മേടിച്ച് പാകുന്ന കുട്ടികൾക്ക് പോലും ബിസിനസ് ഓറിയന്റേഷനുള്ള ഒരു ആസ്പിറേഷനാണ് കാണുക. അത് ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങൾ, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാവുന്ന ചില ഡിഫറൻസുകളാണ്. ഓക്കെ, ഇവിടുത്തെ ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഇത്രയധികം 4 ലക്ഷത്തിൽ പരം അധ്യാപകർക്ക് ട്രെയിനിങ് നൽകിയിട്ടുണ്ട്. അതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ട് ഇവിടെയുള്ള കുട്ടികളിലേക്ക് വരാം. അതിനു മുമ്പ് രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് പഠിത്തത്തിന്റെ കാര്യത്തിൽ ഏത് രീതിയിലുള്ള അപ്രോച്ചാണ്? പ്രത്യേകിച്ച് ഇവിടെയുള്ള മിക്ക പേരൻസും ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ ഏത് രീതിയിലുള്ള അപ്രോച്ചാണ് കുട്ടികൾക്ക് പഠിത്തത്തിന്റെ കാര്യത്തിൽ സ്വീകരിക്കേണ്ടതെന്നാണ് ഡോക്ടറുടെ സജഷൻ? എനിക്ക് തോന്നുന്നു കുട്ടികളിലെ ആസ്പിറേഷൻസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അതല്ലെങ്കിൽ കുട്ടികളെ പഠിക്കാൻ സഹായിക്കുന്ന കുറേ കാര്യങ്ങൾ ചെറിയ പ്രായത്തിൽ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയിലേക്കൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്കും അവർ പാരൻസിന്റെ ഇൻഫ്ലുവൻസിൽ നിന്നും വിട്ടുമാറി സൊസൈറ്റിയിലും പീർ ഗ്രൂപ്പ്സ് ഇൻഫ്ലുവൻസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഹൈ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആസ്പിറേഷൻസ് ആണ്. അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് അത് പാരൻസിൽ ഉണ്ടാവണം. അത് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഉണ്ടാവണം. ഇവർ കാണുന്ന ലോകം എന്ന് പറയുന്നത് മിക്കവാറും ബിസിനസ്സും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ജോലികൾ, 2 ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ആണ് ഇവിടെ ഉള്ളത്. അതിൽ നിന്ന് മാറ്റിയിട്ട് ഹൈലി അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് കിട്ടാനില്ല. കാരണം ഒരു സ്കൂളിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ആ സ്കൂളിൽ നിന്ന് പാസ്സായിട്ടുള്ള കുട്ടികളിൽ എത്ര പേര് PhD എടുത്തിട്ടുണ്ട്, എത്ര പേര് IIT ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോയിട്ടുണ്ട്, എത്ര പേര് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഗൾഫ് നാടുകളിലുള്ള സ്കൂൾസിൽ ഇത്തരം പ്രോസ്പെറസ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വളരെ കുറവാണ്. അതിലേക്ക് കുട്ടികളെ എത്തിക്കാനുള്ള പ്രയത്നം കുറച്ചും കൂടി ഉണ്ടാവണം എന്റെ അഭിപ്രായം. രക്ഷിതാക്കളോട് പറയാനുള്ളത്. ഇനി വിദ്യാർത്ഥികൾ, ഇപ്പോൾ എക്സാമിന്റെ ഒരു സീസൺ കഴിഞ്ഞ അടുത്ത എക്സാമിന്റെ സീസൺ വരാൻ പോവുകയാണ്. എന്താണ് ഇവിടുത്തെ കുട്ടികളോട് പ്രത്യേകിച്ച് ഏത് കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നാണ് അഡ്വൈസ് ചെയ്യുന്നത്? എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിച്ച് നല്ല മാർക്ക് കിട്ടുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അത് എക്സാമിനേഷന്റെ സമയത്തതാ വേണ്ടത്. പക്ഷെ ജനറൽ ആയിട്ടുള്ള സ്റ്റഡീസിൽ കുറച്ചും കൂടി ഫോക്കസ്ഡ് ആയിട്ട് ഇൻഡെപ്ത് നോളജ് കിട്ടാനുള്ള ആക്ടിവിറ്റിയിൽ പോയില്ലെങ്കിൽ പലപ്പോഴും നല്ല മാർക്കോട് കൂടി പാസ്സാകാൻ പറ്റും. പക്ഷെ കോമ്പറ്റീറ്റീവ് എക്സാംസ് വരുമ്പോൾ അട്ടർ ഫെയിലിയർ ആവാറുണ്ട് പലരും. ഇപ്പോൾ ഗൾഫ് നാടുകളിൽ നിന്നും +2, +1, +2 പഠിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്കോ ബാംഗ്ലൂരിലേക്കോ ഒക്കെ കുടിയേറി പാർക്കുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് ആൾക്കാർ പോകുന്നത് കർണാടകയിലൊക്കെയാണ്. കർണാടകയിലോ തമിഴ്നാട്ടിലോ കേരളത്തിന്റെ മക്കൾ പോലും പലപ്പോഴും കേരളത്തിൽ ഓപ്റ്റ് ചെയ്യാറില്ല. അവരിൽ കാണുന്ന കുറേ പ്രോബ്ലംസ്, അതിന് കാരണം ചിലപ്പോൾ മാർക്ക് മേടിക്കാൻ നന്നായിട്ട് അവർക്ക് പറ്റുന്നുണ്ടാവും. പക്ഷെ +1, +2 വരുന്ന സമയത്ത് IIT പോലെയുള്ളയോ അല്ലെങ്കിൽ
എൻട്രൻസ് എക്സാമിനേഷൻ്റെ പ്രിപ്പറേഷൻസിൽ വരുമ്പോൾ അവരുടെ റാങ്ക് വളരെ പിന്നോട്ട് പോകും. ഓക്കെ. പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഞാനിപ്പോൾ 2 വർഷം കേരളത്തിലൊരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു. അവിടെ വരുന്ന ഗൾഫിൽ വന്നിട്ടുള്ള കുട്ടികളുടെ ഒരു പരാജയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ മിക്കവാറും കുട്ടികൾ എല്ലാ വിഷയത്തിലും തോറ്റിട്ടുള്ള കുറേ കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ഇയർ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്ട് എന്ന് പറയുന്നത് +1 +2 സെയിം സബ്ജക്ട് സിലബസ് റെപ്പിറ്റേഷനാണ്. പക്ഷെ നല്ല മാർക്കോട് കൂടി +1 +2 പാസ്സായ കുട്ടികൾ പോലും എഞ്ചിനീയറിംഗിൽ അതേ വിഷയം രണ്ടാമത് വരുമ്പോഴത്തേക്കും അവർ ഫെയിലാവും. അതിന് കാരണം സബ്ജക്റ്റിലുള്ള ഡെപ്ത് നോളജ് ഇല്ലാണ്ട് മാർക്ക് മേടിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നൊരവസ്ഥയായതുകൊണ്ടാണ്. അപ്പോൾ കുറച്ചും കൂടി അക്കാഡമിക് ആക്ടിവിറ്റിയിൽ ഫോക്കസ് ഉണ്ടാവണം, അതിന് വേണ്ടിയിട്ടുള്ള പഠനത്തിനുള്ള ശ്രമം ഉണ്ടാവണം. വ്യത്യസ്തമായ സിലബസിലുള്ള കുട്ടികളാണ് ചിലപ്പം ഇവിടെ ഉണ്ടാവുക. ICSE ഉണ്ടാവാം, അല്ലെങ്കിൽ CBSE ഉണ്ടാവാം, സ്റ്റേറ്റ് സിലബസ് ഉണ്ടാവാം. ഈ എൻട്രൻസ് എക്സാമിനേഷൻ വരുന്ന സമയത്ത് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ്. അപ്പോൾ എല്ലാ സിലബസിലും കവർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരിക. IIT-യിലൊക്കെ എക്സാം എഴുതി പാസ്സാവണമെങ്കിൽ സാധാരണ ഒരു എക്സാമിനേഷന് 95% മേടിച്ചിട്ടുള്ള കുട്ടികൾ പോലും IIT റാങ്ക് നോക്കുന്ന സമയത്ത് 20,000 30,000 അടുത്ത് മാത്രം കിട്ടുന്ന ആൾക്കാരാണ്. എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇപ്പം അപ്ലൈ ചെയ്യേണ്ട സമയമാണ്. ഐസർ പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഐസർ കേൾക്കാത്തവരാണ് പലരും. ഇപ്പം അടുത്ത കാലത്ത് കുറേ ഗൾഫിലുള്ള കുട്ടികളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുള്ള സമയത്ത് അവർ ഐസർ കേട്ടിട്ട് പോലുമില്ല. കാരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല സയൻസ് സ്റ്റഡീസിന് പറ്റിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ ഡ്രീം പ്രോജക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് 5 ഐസറുകളും 1 നൈസറും. അത് ഇവിടുത്തെ 11th ക്ലാസ്സിലെ കുട്ടികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ്. DSTയുടെ പ്രോജക്റ്റ് പ്രകാരം കേരളത്തിൽ 11th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 5 days ക്യാമ്പ് ഉണ്ട്. അത് ഡിസംബർ ജനുവരിയിലാണ് നടക്കുന്നത്. ഏറ്റവും നല്ല മാർക്ക് മേടിച്ചിട്ടുള്ള 96% മാർക്ക് മേടിച്ചിട്ടുള്ള കുട്ടികളുടെ അവരുടെ ഒരു DSTയുടെ പ്രോജക്റ്റ് ഉണ്ട്, ഇൻസ്പയർ എന്നുണ്ട്. അതിൻ്റെ ഒരു മെൻറ്ററാണ് ഞാൻ. അപ്പോൾ അവരെ ഈ ഐസറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് അതിൻ്റെ റിക്വയർമെന്റ്. ഈ ഐസർ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ല 10th ക്ലാസ്സിലെ മാർക്ക് കിട്ടിയ കുട്ടികളാണെങ്കിലും അതിൽ നിന്ന് എത്തപ്പെടുന്നവർ ചിലപ്പോൾ വളരെ ചുരുക്കം വരെ ഉണ്ടാവും. അതിന് കാരണം നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് അക്കാഡമിക്സ് കോൺസെൻട്രേഷൻ ഇല്ലാതെ മാർക്സ് മാത്രം നോക്കിയിട്ട് പഠിക്കുന്നതുകൊണ്ടാവാം. ഓക്കെ, അതാണ് ഒരു വ്യത്യാസം ഉണ്ടാക്കേണ്ടത്. ആസ് എ പാരന്റ്, as an institution, as a student, that is what they have to do. Okay, എന്തായാലും പ്രേക്ഷകർക്ക് ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. 052961133 എന്ന നമ്പറിലേക്കും ഒപ്പം 3537 എന്ന SMS നമ്പറിലേക്ക് SMS അയച്ചും നിങ്ങളുടെ കുട്ടികൾക്ക് ഇനി എങ്ങനെ കരിയർ ഗ്രോത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഏത് മേഖലയിലേക്ക് അവരുടെ പഠിത്തത്തെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള സംശയങ്ങൾ നേരിട്ട് ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, ഇനി തിരിച്ച് നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടറോട് നേരത്തെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സെക്യൂരിറ്റി ഹെഡായിട്ടുള്ള ഒരു സേവനം. ഞാൻ ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്ററുടെ റോ കേട്ടിട്ടുണ്ടാവല്ലോ, ഇന്റലിജൻസ് വിങ്ങിലെ ഒരു ഓഫീസാണ്. അവിടെ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയാം. നമ്മുടെ അവിടുത്തെ എക്സ്പീരിയൻസ് പറയാൻ പറ്റാത്ത സാധനമാണ്, പുറത്ത് പറയാൻ പറ്റാത്തതാണ്. പക്ഷേ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിന്റെ കാലത്തായിരുന്നു. സോ വി മീറ്റ് ഹിം എവറി മന്ത്. മന്ത്സ് വി ഹാവ് എ ഡിന്നർ ടുഗദർ. വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇന്റലിജൻസ് സ്ട്രാറ്റജിക് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യുക. അതിൻ്റെ ഒരു സപ്ലിമെന്ററി വിങ് ആണ് SPG എന്ന് പറയുന്നത്, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. പ്രൈം മിനിസ്റ്റർ ആൻഡ് എക്സ് പ്രൈം മിനിസ്റ്റേഴ്സ് ഫാമിലീസ്, അവരെയൊക്കെ സെക്യൂരിറ്റി നോക്കുന്നത് SPG ആണ്. അപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റർ കൺസേൺ ആണ്. ഇതിൽ കുറേ ആക്ടിവിറ്റികളുണ്ട്. ഹ്യൂമൻ ഇന്റലിജൻസ് ഉണ്ട്, സാറ്റലൈറ്റ് ഇന്റലിജൻസ് ഉണ്ട്. അതിൽ സാറ്റലൈറ്റ് ഇന്റലിജൻസ് വിങ്ങിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു ഞാൻ. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അക്കാഡമിക് സ്റ്റാഫ് കോളേജ് ഡയറക്ടറായിരുന്നു. UGCയുടെ യൂണിവേഴ്സിറ്റികൾ 400-ലധികം ഉണ്ടാവും. പക്ഷേ 50-ലധികം യൂണിവേഴ്സിറ്റികളിലാണ് അക്കാഡമിക് സ്റ്റാഫ് കോളേജസ് ഉണ്ടാവുക. ഈ അക്കാഡമിക് സ്റ്റാഫ് കോളേജസ് ആണ് ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റി പ്രൊഫസർമാരായാലും അവർക്ക് ഇപ്പോഴുള്ള മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ റിഫ്രഷർ കോഴ്സുകൾ, പിന്നെ പുതിയതായിട്ട് ചേർന്നിട്ടുള്ള ടീച്ചേഴ്സിന് ഓറിയന്റേഷൻ പ്രോഗ്രാം. കാരണം അവർ BEd പാസ്സാവാത്തവരാണ്, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സും കോളേജ് ടീച്ചേഴ്സും. അപ്പോൾ അവർക്ക് ടീച്ചിങ് മെത്തഡോളജി അറിയില്ല. അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഇപ്പോൾ നിരവധി മേഖലകളിൽ കൈവച്ചു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ് മുതൽ അങ്ങനെ നിരവധി മേഖലകൾ ഏതാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? ഇപ്പോൾ ബേസിക്കലി ഞാനൊരു സ്പേസ് സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അത് മറ്റൊരു ഞാനത് 20 വർഷം എന്റെ സർവീസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിലെ ആക്ടിവിറ്റീസ് ആണ്. ഓക്കെ, ഏത് മേഖലയാണെന്ന് വെച്ചാൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു 10 വർഷം 15 വർഷം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഡിപ്പാർട്ട്മെന്റിലെ കുറേ ആക്ടിവിറ്റീസ് പഠിക്കാൻ പറ്റും. എപ്പോൾ പഠിക്കാൻ പറ്റുന്നോ അപ്പോഴേ പ്രൊഫഷൻ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ.
കുറച്ച് കഴിയുമ്പോൾ അത് റൊട്ടീനാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രൊഫഷൻ മാറുന്നത്. ഈ പ്രൊഫഷൻ മാറുമ്പോൾ കിട്ടുന്ന ഒരു കരിയർ ഗ്രോത്ത് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് വെൻ യു ഗെറ്റ് എൻ എക്സ്പീരിയൻസ് ഇൻ വൺ ഓഫ് ദ ഓഫീസസ്, ആ ഓഫീസിലുള്ള എക്സ്പീരിയൻസ് വി ക്യാൻ യൂസ് ഇറ്റ് സംവെയർ എൽസ്. അല്ലാതെ അതേ ഓഫീസിൽ കുറേ കാലം കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒന്ന് നമുക്ക് കുറേ സപ്ലിമെന്ററി ആയിട്ടുള്ള പ്രോഗ്രാംസ് ചെയ്യാനല്ലാതെ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതൊരു റിസ്ക് അല്ലേ? നമ്മൾക്ക് ഇപ്പൊ പറഞ്ഞ പോലെ സയന്റിസ്റ്റായി ISRO പോലെയുള്ള ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷെ ലോകം അറിയപ്പെടുന്ന എന്നുള്ള ഇപ്പൊ അറിയപ്പെടുന്നില്ല എന്നല്ല, കുറെ കൂടി ഒരു ഗ്ലോബൽ ലെവലിൽ അറിയപ്പെടുന്ന ഒരു പേഴ്സൺ. അതിന് പകരം പൂർത്തിയാക്കാതെ പോകുമ്പോൾ നമ്മൾ ബൈ ചാൻസ് സയന്റിസ്റ്റ് ആയത് ഒരാളാണ്. ഓക്കെ. കാരണം സയന്റിസ്റ്റ് ആവണം എന്ന് വിചാരിച്ചിട്ട് സയന്റിസ്റ്റ് ആയതോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രൊഫഷൻ വേണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എത്തിയതോ അല്ല. അതേ സമയത്ത് യങ്ങസ്റ്റേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ അതിലേക്ക് ഓറിയന്റ് ചെയ്താൽ അവിടെ എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു സങ്കല്പം തോന്നുന്നത്. ഇപ്പൊ ഞാൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റി ആയിട്ടുള്ള ഏക സിവിലിയനാവും. കാരണം ആ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യേണ്ടത് ഒന്നുകിൽ IPS-കാരോ ആർമി എയർഫോഴ്സ് നേവിയിലെ ആൾക്കാരാണ്. അപ്പൊ അവിടെ പലപ്പോഴും എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏത് ബാച്ചിൽ IPS ആണ്. ആ സമയത്താണ് എനിക്ക് തോന്നിയത് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ട്രെയിൻ ചെയ്ത് കുട്ടികളെ അവിടെ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സർവീസ് വിച്ച് ഐ ക്യാൻ ഡു. പിന്നെ എൻ്റെ ഒരു പാഷൻ എന്ന് പറയുന്നത് എപ്പോഴും ടീച്ചിങ് ആണ്. അപ്പൊ ആ ടീച്ചിങ് ആണ് പലപ്പോഴും എന്നെ യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചതും. ആ ടീച്ചിങ്ങിലുള്ള പാഷൻ കൊണ്ട് തന്നെയാണ് ഞാൻ ഡയറക്ടർ ജനറൽ ഓഫ് സെക്യൂരിറ്റിയിൽ എത്തിയതും. കാരണം കുറേ ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്തു. ആ ട്രെയിൻ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണ് എനിക്ക് അവർ ചെയ്യുന്ന വർക്ക് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് എന്നെ ഫോറിൻ സർവീസ് എന്നാ പറയാം. വെൻ യു ഗോ ഫ്രം ഒരു സാധാരണ ഓഫീസിൽ നിന്നും വേറൊരു ഓഫീസിലേക്ക് പോകുന്നതിന് ഗവൺമെന്റ് സർവീസിനെ ഡെപ്യൂട്ടേഷൻ എന്നല്ല പറയാം, ഫോറിൻ സർവീസാണ്. അങ്ങനെ ഒരു ഫോറിൻ സർവീസ് ആക്ടിവിറ്റി എനിക്ക് കിട്ടിയത് അവിടെ ഉണ്ടാണ്. അപ്പോൾ എപ്പോഴും എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടീച്ചിങ്ങിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ് ചെയ്യുന്ന ഒരാൾക്കാണ്. അപ്പോൾ അതാണ് എൻ്റെ പാഷൻ. ഇനി തിരിച്ച് നമുക്ക് നമ്മുടെ ടീച്ചിങ് ഏരിയയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇവിടെ പലപ്പോഴായിട്ട് നമ്മൾ പല സൈക്കോളജിസ്റ്റുകളൊക്കെ ഇവിടെ വരുമ്പോൾ പല കോളേജും അല്ലെ കുട്ടികൾ തന്നെ നേരിട്ട് വിളിച്ചിട്ട് പറയുന്ന പല കാര്യങ്ങൾ അവരുടെ ടേസ്റ്റ് എന്താണെന്ന് പലപ്പോഴും പാരൻസ് മനസ്സിലാക്കുന്നില്ല. അവർക്കിപ്പോൾ ചിലപ്പോൾ ഡാൻസർ ആവാനുള്ള ക്യാമറയിൽ കൂടുതൽ ഇൻട്രസ്റ്റ് അല്ലെ മൂവിയിൽ ഇൻട്രസ്റ്റ്, പക്ഷെ അത് മനസ്സിലാക്കാതെ അവരെ നീ എഞ്ചിനീയർ ആവണം, നീ ഡോക്ടർ ആവണം, മറ്റുള്ള കുട്ടികളെ കാണുന്നില്ലേ എന്ന രീതിയിൽ കമ്പയർ ചെയ്ത് പോകുന്നു. അതാണ് അവരെ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടറിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കുറേ കുട്ടികളെ നമ്മൾ ഇപ്പം കുറേ കുട്ടികളെ കാണുന്നത് കൊണ്ട് ഇപ്പം ചില കുട്ടികൾ അവർക്ക് ഫാഷൻ ഡിസൈനിങ് ആണ് ഇഷ്ടം. പക്ഷെ ആ കുട്ടിയോട് എന്താണ് ഫാഷൻ ഡിസൈനിങ് എന്ന് ചോദിച്ചാൽ ചില പറഞ്ഞു വരില്ല. കാരണം അവരാരോ കേട്ടിട്ടുണ്ട് ഫാഷൻ ഡിസൈനിങ് ആണ് ഏറ്റവും നല്ല. കാരണം അവർ സങ്കല്പിക്കുന്നത് ഇപ്പം ചിലർ റിപ്പോർട്ടേഴ്സ് ആവണം എന്നാഗ്രഹം, മീഡിയ ആണ് അവരുടെ ഇഷ്ടം. അപ്പൊ അവരോട് നമ്മൾ പറയണത് നിങ്ങൾ മീഡിയയിൽ ചേർന്നാൽ 2 വർഷം നിങ്ങൾ ചിലപ്പോൾ ഡെസ്ക് ജോബ് ചെയ്യേണ്ടി വരും. എഡിറ്ററുടെ ജോബ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് റൈറ്ററിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ആരെങ്കിലും കൊടുക്കുന്ന ന്യൂസ് ടൈപ്പ് ചെയ്യലാണ് നിങ്ങളുടെ പണി. അങ്ങനെ ഒരു 4-5 വർഷം കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ന്യൂസ് റീഡർ ആവാനോ അല്ലെങ്കിൽ റിപ്പോർട്ടർ ആവാനോ പറ്റുമോ. അത് അവർ കേട്ടിട്ടേ ഇല്ലാത്ത സംഭവമാണ്. അവരുടെ ധാരണ ഗ്രാജുവേഷൻ ഇൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുക എന്നുള്ളതാണ്. നല്ല അനാലിസിസോട് കൂടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല പല കുട്ടികളും കരിയർ ഓപ്ഷൻസിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഒരു ഡോക്ടർ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു ബാർബർ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അറിയാം, ഒരു ഡ്രൈവർ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയാം. പലപ്പോഴും ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾ പറയുന്നത് എനിക്ക് സ്പേസ് സയന്റിസ്റ്റ് ആവണമെന്നാണ്. അടുത്ത ചോദ്യം ഞാൻ അവരോട് ചോദിക്കുക എന്തുകൊണ്ട് സ്പേസ് സയന്റിസ്റ്റ് ആവണമെന്നാണ്. അപ്പൊ അവർ പറയാം എനിക്ക് സ്പേസിനെ കുറിച്ച് പഠിക്കാൻ ഇഷ്ടമാണെന്ന്. സ്പേസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്പേസ് സയന്റിസ്റ്റ് അല്ല, അസ്ട്രോണമിയിലാണ് വർക്ക് ചെയ്യുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് അസ്ട്രോണമിയും സ്പേസും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പൊ സ്പേസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവർ പോകേണ്ടത് അസ്ട്രോണമി ഡിപ്പാർട്ട്മെന്റിലാണ്. സ്പേസ് ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ പഠിക്കുന്നത് ഗ്രൗണ്ടിനെ കുറിച്ചാണ്. കാരണം സാറ്റലൈറ്റ് മുകളിൽ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഡാറ്റ കംപ്ലീറ്റ് ഗ്രൗണ്ടിനെ കുറിച്ചുള്ളതാണ്. അപ്പൊ ഏത് പ്രൊഫഷനെ കുറിച്ചും അവർക്ക് അൾട്ടിമേറ്റ് നോളജ് ഇല്ലാത്തതുകൊണ്ട് പറ്റുന്ന കുറേ അബദ്ധങ്ങളുണ്ട്. ഇപ്പൊ DPharm വളരെ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുന്ന കുറെ ആൾക്കാർ. അടുത്ത കാലത്ത് ഒരു കുട്ടിയോട് DPharm ആണ് ഇഷ്ടം, എന്തേ ഇഷ്ടം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞ എളാമ പറഞ്ഞിട്ടാണെന്ന്. അപ്പൊ ഈ എളാമയുടെ ക്വാളിഫിക്കേഷൻ എന്താന്ന് ചോദിച്ചാൽ അതിലേക്ക് വരാം. ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, സജിത ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ സജിത. നമസ്കാരം. എന്റെ മോള് 9th പഠിക്കണാണ്. ഓക്കെ. കരിയറിന് +2 10th ഏത് ചൂസ് ചെയ്തെന്നുള്ള ഒരു ഡൗട്ട് ഉണ്ട് ഇപ്പോഴും. 9th പഠിക്കുന്നത്? 10th പഠിക്കുന്നത്. 10th എവിടെയാണ്? ഇവിടെ അബുദാബി മിഡിൽ സ്കൂളില്. അബുദാബിയിലാണ്. ഏത് വിഷയ കുട്ടിക്ക് ഇഷ്ടം? മാത്സ് കുഴപ്പമില്ല,
കുഴപ്പമില്ല. മാത്സ് പക്ഷേ നല്ല ഹൈ സ്റ്റഡീസ് ഒന്നുമല്ല, ആവറേജിൽ പോണ്. ഫിസിക്സ് ഇഷ്ടമാണോ? ഫിസിക്സ് കുഴപ്പമില്ല. ഇപ്പൊ ട്യൂഷനൊക്കെ പോയിട്ടാണ് മാർക്ക് വാങ്ങിക്കുന്നത്. അങ്ങനെ സെൽഫായിട്ട് മോളുണ്ടോ അടുത്തുണ്ട്? ഞാൻ കൊടുത്തത്. ഹലോ, എന്താ മോളുടെ പേര്? എന്താണ്? സ്പെല്ലിറ്റ്. ഓക്കെ. ഫെമ ഏത് വിഷയം ഏറ്റവും ഇഷ്ടം? ഏത് വിഷയമാണ് ഏറ്റവും ഇഷ്ടം? പിന്നെ മാത്തമാറ്റിക്സ് ഇഷ്ടമാണോ? ഫിസിക്സ് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഇത് വളരെ കോൺട്രഡിക്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേസാണ്. കാരണം ഫിസിക്സ് ഇഷ്ടമുള്ള ഒരാൾക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടമാവണം. കാരണം മാത്തമാറ്റിക്സും ഫിസിക്സും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഹിസ്റ്ററി ഇഷ്ടമാണോ? നാളെ ഈ 19-ാം തീയതി 20-ാം തീയതി ദുബായിൽ എന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഞാൻ ആ പ്രോഗ്രാമിനാണ് ദുബായിൽ വന്നത്. അത് ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, സ്റ്റുഡൻസ് ട്രെയിനിങ് പ്രോഗ്രാം, പാരന്റ്സ് ട്രെയിനിങ് പ്രോഗ്രാം, ആർട്ട് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. മാത്തമാറ്റിക്സിലൂടെ ഹിസ്റ്ററി എങ്ങനെ പഠിക്കാം? മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് ഹിസ്റ്ററി എങ്ങനെ പഠിക്കാം? മാത്തമാറ്റിക്സ് ഉപയോഗിച്ച് കെമിസ്ട്രിയും ഫിസിക്സും എങ്ങനെ പഠിക്കാം? ബയോളജി എങ്ങനെ പഠിക്കാം? സാധാരണ ഒരു സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ഒരാള്, സൈക്കിൾ ഓടിക്കാൻ അറിയുന്ന ഒരാള് ഏത് റോട്ടിൽ ഓടിക്കുമ്പോഴും ഒരേപോലെ ഓടിക്കാൻ പഠിക്കണ്ടേ? ഒരു റോഡിൽ മാത്രം ഓടിക്കാൻ പറ്റും, മറ്റേ റോഡിൽ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ പഠിക്കുന്ന സ്റ്റുഡന്റിന് ഏത് വിഷയവും ഒരേപോലെ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് ശരിക്കും പഠിക്കേണ്ടത് എങ്ങനെയാണ് പഠിക്കുക എന്നാണ്. അത് പഠിപ്പിക്കുന്നതാണ് ശരിക്കും ചെയ്യേണ്ടത്. അതുകൊണ്ട് എല്ലാ വിഷയവും ശരിക്കും ഇഷ്ടപ്പെടാനും പഠിക്കാനും സാധിക്കണം. കാരണം ബയോളജി പഠിക്കുന്ന ഒരു കുട്ടി മാത്തമാറ്റിക്സ് അറിയാതെ ബയോളജി പഠിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നാനോ ടെക്നോളജി വരും. ബയോളജിയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞാൽ തന്നെ 10⁻⁹ ടെക്നോളജി എന്നാണ്. അതിൽ ഫിസിക്സും മാത്തമാറ്റിക്സും ആണ്. പക്ഷെ ബയോളജി പഠിച്ചാലും അതാ പഠിക്കേണ്ടി വരിക. ഹലോ, പറഞ്ഞോളൂ, ചോദിച്ചോളൂ. അപ്പൊ എല്ലാ വിഷയവും പഠിക്കാൻ പറ്റുന്ന തരത്തില് ഫോക്കസ് ചെയ്യാൻ പറ്റും. സാധാരണ ഈ 10th ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ ചില വിഷയങ്ങൾ ഇഷ്ടാവുന്നത് അവരെ ബേസിക്കലി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ടാണ്. ചില ടീച്ചേഴ്സിനെ ഭയങ്കര ഇഷ്ടാവും, അതുകൊണ്ട് ആ സബ്ജക്ട് ഇഷ്ടാവും. അതുകൊണ്ട് ഓരോ സബ്ജക്റ്റും പഠിക്കാനുള്ള ട്രിക്കുകളുണ്ട്. ഈ പ്രോഗ്രാമിൽ എന്റെ നമ്പർ തരും. ബൈ ചാൻസ് 19-20th പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിൽ വിളിക്കുക. 15 മിനിറ്റ് കൊണ്ട് ഇഷ്ടമല്ലാത്ത വിഷയത്തെ ഞാൻ ഇഷ്ടമുള്ളതാക്കി മാറ്റിത്തരാം. സാധാരണ ബുദ്ധിയുള്ള കുട്ടിയാണെങ്കിൽ, മെന്റലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് ആവശ്യമാണ്. അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ. അബുദാബിയിലില്ല, ഇപ്പൊ ദുബായിലാണ് പ്രോഗ്രാം ഉള്ളത്. എന്തായാലും ഈ ഷോവിന്റെ അവസാന ഭാഗത്ത് ഞാൻ ഡോക്ടറെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ തരുന്നതായിരിക്കും. ഡോക്ടറെ വിളിച്ച് ഫർദർ ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും വിളിച്ചതിന് നന്ദി. എന്നാലും ഡോക്ടർ കൂടുതൽ വിശദാംശങ്ങളിലേക്കും SMS ചോദ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ മനഃശാസ്ത്രി വീണ്ടും തുടരും. വെൽക്കം ബാക്ക് ടു ഡോക്ടർ മനഃശാസ്ത്രി. വീണ്ടും സ്വാഗതം. ഡോക്ടർ TP ശശികുമാറാണ് നമ്മോടൊപ്പം. 20 വർഷമായി ഈ മേഖലയിൽ വിദഗ്ധനാണ്. 10,000-ൽ പരം ട്രെയിനിങ്ങുകൾ ഇതിനകം കൊടുത്തു കഴിഞ്ഞ ഡോക്ടറാണ്. 6 ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികളും 4 ലക്ഷത്തിൽ പരം അധ്യാപകരും ഡോക്ടറുടെ കീഴിൽ ട്രെയിനിങ് നേടിയിട്ടുണ്ട്. എന്നാലും ഒരു കോളർ നമ്മോടൊപ്പം ഉണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം.
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഇത് ശ്രീനിയാണ്. ഓക്കെ ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്, പറയൂ. എന്റെ മോൻ 8th പഠിക്കുന്നത്. ഏത് സ്കൂളിലാ? ഇന്ത്യൻ ഹൈസ്കൂൾ. ഓക്കെ. അപ്പൊ അയാൾക്ക് എൻട്രൻസ് ഒന്നും എഴുതണമെന്ന് വലിയ താല്പര്യമില്ല. ഓക്കെ. എപ്പോഴും വന്ന് എക്കണോമിക്സിൽ എന്താകാൻ പറ്റും എന്നൊക്കെ ചോദിക്കും. വണ്ടർഫുൾ, നല്ല സന്തോഷമുള്ളൊരു കാര്യമാണ്. എക്കണോമിക്സ് ആരാ വേണ്ടത്? അപ്പൊ എന്നോട് ചോദിക്കുമ്പോ എനിക്ക് വലിയ അതിന്റെ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് അത്ര ഇല്ലാത്തത് കൊണ്ട് സാറിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. 8ാം ക്ലാസ്സും 9ഉം 10ഉം കഴിഞ്ഞിട്ട് മാത്സ്, എക്കണോമിക്സ്, കൊമേഴ്സ്, അത്തരം ബ്രാഞ്ചുകൾ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എക്കണോമിക്സ് പഠിക്കാൻ +2-ന് മാത്സ്, എക്കണോമിക്സ്, കൊമേഴ്സ് ബ്രാഞ്ച് എടുക്കുക. അത് 3ഉം ചേർന്നിട്ടുള്ള ചില സ്കൂൾസ് അവൈലബിൾ ആണ്. കൊമേഴ്സും എക്കണോമിക്സും എന്തായാലും വേണം. എക്കണോമിക്സും മാത്തമാറ്റിക്സും പറ്റുകയാണെങ്കിൽ അതും എടുക്കണം. അത് കഴിഞ്ഞിട്ട് BSc എക്കണോമിക്സ് കൊടുക്കുന്ന ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. BA എക്കണോമിക്സ് ഉണ്ട്, അത് ഫുള്ളായിട്ട് സോഷ്യൽ സയൻസ് ഗ്രൂപ്പാണ്. അതിന് പകരം BSc എക്കണോമിക്സ് അവൈലബിൾ ആണ്. ഇന്ത്യയിലാണെങ്കിൽ പൂനെയിലെ സിംബയോസിസ് പൂനെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. +2 കഴിഞ്ഞിട്ട് അതിന് എൻട്രൻസ് എക്സാം വേണം. ആദ്യം തന്നെ പറഞ്ഞത് എൻട്രൻസ് എഴുതാൻ ഇഷ്ടമല്ല എന്നാണ്. പക്ഷെ എല്ലാ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലും എൻട്രൻസ് എഴുതിയാലേ കിട്ടുള്ളൂ. ഇപ്പോൾ മനസ്സിലായി. ഇപ്പൊ BBA കിട്ടണമെങ്കിലും എൻട്രൻസ് വേണം. ഓക്കെ. എക്കണോമിക്സ് താല്പര്യമുള്ള കുട്ടികൾക്ക് നല്ല പോലെ എക്കണോമിക്സ് പഠിക്കാൻ പറ്റുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിലുണ്ട്. അതില് പൂനെ സിംബയോസിസ്, അത് ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയാണ്. അത് കഴിഞ്ഞാൽ എക്കണോമിക്സിന് പോകേണ്ടത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ MA എക്കണോമിക്സിന് പോവാം. അതുപോലെ ഇക്വലന്റ് ആയിട്ട് പോകാൻ പറ്റിയിട്ടുള്ള, ഗ്രാജുവേഷൻ കഴിഞ്ഞ് പോകാൻ പറ്റിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്. അവിടെ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ചെയ്യാം. അതല്ലെങ്കിൽ ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കണോമി എന്ന് പറയുന്ന സബ്ജക്റ്റുകൾ ചെയ്യാൻ പറ്റും. അത്തരം സബ്ജക്റ്റുകളെ പഠിച്ചാൽ ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ PhD ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എക്കണോമിസ്റ്റ് ആയിട്ട് മാറാം. ഗ്രാജുവേഷൻ MBBS-ഉം BTech-ഉം കഴിഞ്ഞ് കിട്ടുന്ന ജോലി ശമ്പളത്തെക്കാൾ കൂടുതൽ കിട്ടും MA എക്കണോമിക്സ് കഴിഞ്ഞാൽ. അതുകൊണ്ട് എക്കണോമിക്സ് മോശം സബ്ജക്റ്റ് ആണെന്നുള്ള തോന്നൽ വേണ്ട. നല്ല ടീച്ചിങ്ങിനും സോഷ്യൽ സർവീസ്, ഇപ്പൊ NGOs ഉണ്ട്, നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്, സോഷ്യൽ സർവീസിലുള്ള ആക്ടിവിറ്റികൾ, അതിൽ പ്ലാനിങ്ങിലൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടത് എക്കണോമിക്സ് കാര്യമാണ്. ഓക്കെ. അപ്പൊ എക്കണോമിക്സ് പഠിക്കുന്നത്, ഇപ്പൊ സിവിൽ സർവീസ് എഴുതണം എന്ന് വിചാരിക്കും. ഞാൻ സിവിൽ സർവീസിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളാണ്. ഇതിനു മുമ്പ് ഞാൻ സാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് അതിലും താല്പര്യമുണ്ട്. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് സാറിന്റെ നാട്ടിലെ നമ്പറിൽ വിളിച്ചു. അന്ന് സാറ് കുറച്ച് ടിപ്സ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അത് വർക്ക് ചെയ്യുന്നുണ്ടോ? നാട്ടിലെ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടിയില്ല. അല്ലെ സാറ് തന്നെ ടിപ്സ് ആക്ച്വലി 5 ബുക്സ് ഒന്നും ഇതുവരെ ഉണ്ടാക്കിയില്ല. സ്കൂളിലെ കുറച്ച് വർക്കിലോടൊക്കെ കൊണ്ട് വെക്കേഷൻ തുടങ്ങാന്ന് പറഞ്ഞു. ഞാൻ 19ഉം 20ഉം ദുബായിലുണ്ട് ട്രെയിനിങ് പ്രോഗ്രാമുമായിട്ട്. അപ്പൊ വെരി ഗുഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, കാണാലോ എന്തായാലും. വെൽക്കം. ഓക്കെ, ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. വിളിച്ചു. താങ്ക് യു. ഓക്കെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ടുണ്ടായത് കുട്ടികൾക്ക് എനിക്ക് ഇന്നതാവണമെന്ന് ഉള്ള കാര്യം അറിയാം, ഫാഷൻ ഡിസൈനർ, പക്ഷെ എന്താണ് അത് എന്ന് അറിയില്ല എന്നാണ് പറഞ്ഞു നിർത്തിയത്. ഇപ്പൊ നമ്മുടെ ഒരു ബഫേ ഡിന്നറിന് പോയാലേ ഏറ്റവും നല്ല ഫുഡ് ഏതാണെന്ന് ചോദിച്ചിട്ട് ഇഷ്ടമുള്ള ഒരാളുണ്ടാവും. അത് സ്ഥിരമായിട്ട് അയാൾക്ക് ഇഷ്ടം കേർഡ് റൈസ് ആണ്. അപ്പൊ അയാൾ നേരെ പോയി കേർഡ് റൈസ് കഴിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ് കാണുക വേറെ വെജിറ്റബിൾ പുലാവ് ആയിരുന്നു കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ള സാധനം. അപ്പോഴത്തേക്കും ചിലപ്പം വയറ് നിറഞ്ഞിട്ടുണ്ടാവും. ഒരു കരിയറിലേക്ക് ചാടി കയറിയിട്ട് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യുന്നതിനേക്കാളും നല്ലത് എല്ലാ കരിയറിനെ കുറിച്ചും നല്ല അറിവുണ്ടാവണം. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ആ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റണം. ഇതൊന്നും ഇല്ലാതെ കരിയർ ഗൈഡൻസ് കൊടുക്കുന്ന കുറെ പേരുണ്ട്.
ഇപ്പോൾ ഡൽഹിയിൽ ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാമിന് ഞാൻ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് എല്ലാ പ്രൊഫഷനെ കുറിച്ചും ഞാൻ പറഞ്ഞു. അന്ന് വന്നിട്ടുള്ള ഒരു പള്ളിയിൽ അച്ഛൻ പറഞ്ഞത് ഏറ്റവും നല്ല പ്രൊഫഷൻ പള്ളിയിൽ അച്ഛനാവുകയാണെന്ന്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ശരിയാണ്. ഇപ്പൊ ഞാൻ പോയിട്ട് സയന്റിസ്റ്റ് ആണ് ഏറ്റവും നല്ല ജോലി. ഒരു പോലീസുകാരനോട് ചോദിച്ചാൽ അയാൾ ചിലപ്പോൾ പറയും ഏറ്റവും നല്ല ജോലി പോലീസ് ജോലിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ബോറൻ പോലീസാണെങ്കിൽ അയാൾ പറയും ഏറ്റവും മോശം ജോലി പോലീസ് ജോലിയാന്ന് പറയും. ഇതുകൊണ്ട് കുട്ടികൾ ഇൻസ്പയർഡ് ആവരുത്. എല്ലാ പ്രൊഫഷനും ഏതാണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ഒരു മെക്കാനിസം അത് കുറച്ചെങ്കിലും കിട്ടണം. ആ ട്രെയിനിങ് അത്യാവശ്യമാണ് ഇന്നത്തെ കുട്ടികൾക്ക്. ഒരു വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള നോളജ് കൊണ്ട് പ്രൊഫഷനിലേക്ക് ചാടിപ്പോയി അബദ്ധങ്ങൾ പറ്റുന്ന കുറേ പേരെ നമുക്കറിയാം. അത് ഫാഷൻ ഡിസൈനിങ്ങിൽ പോയിട്ട് 3 വർഷം കഴിഞ്ഞപ്പോൾ അത് വേണ്ട. ഇപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു കുട്ടി വന്നിട്ട് പറയാണ് സാർ എനിക്ക് MBA ആണ് ചെയ്യേണ്ടത്. അതെന്താന്ന് വെച്ചാൽ ഇപ്പോഴാണ് എനിക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായത്. ഡോക്ടർ അതിലേക്ക് വരാം. മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, അമർജിത്ത് ഡോക്ടറോട് ചോദിച്ചു. അമർജിത്ത് പറയും. ഹലോ, നമസ്കാരം, പറയും. ഞാൻ +2 കഴിഞ്ഞ് പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് മാത്രമാണ് പോയത്. അത് BA ആയിരുന്നു. BA ഏത് വിഷയം എടുത്തത് അമർജിത്ത്? BA ഇംഗ്ലീഷ് ആയിരുന്നു. എവിടെയാ പഠിക്കണത്? ഞാൻ നാട്ടിലാണ് പഠിച്ചത്. ഇവിടെ വന്നിട്ട് എനിക്ക് BSc ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. അല്ല, BA ഇംഗ്ലീഷ് എവിടെയാ പഠിച്ചത്? BA ഇംഗ്ലീഷ് കോഴിക്കോടാണ് പഠിച്ചത്. ഏത് കോളേജിലാ മോനു? അല്ല, ഞാൻ ഇഷ്ടം ഇവിടെ ദുബായിലാണ് ഉള്ളത്. ഞാൻ നാട്ടിലായിരുന്നു BA ചെയ്തത്. ഇപ്പൊ എനിക്ക് BSc പഠിക്കാനൊരു ആഗ്രഹം. ഏത് വിഷയമാണ് പഠിക്കേണ്ടത്? BSc കെമിസ്ട്രിയോ ഫിസിക്സോ ഒക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, നല്ല സബ്ജക്റ്റ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് ആയാലും നല്ലതാണ്, BSc കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും നല്ലതാണ്. BSc കെമിസ്ട്രി ചെയ്താലോന്നൊരു ആഗ്രഹമുണ്ട്. ഓക്കെ, എന്ത് ചെയ്യാനാണ് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? കെമിസ്ട്രി ചെയ്തിട്ട് മരുന്നുണ്ടാക്കുന്ന അങ്ങനത്തെ ഈ ഫാർമസിയായിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാർമസി തന്നെ പഠിക്കല്ലേ നല്ലത്? നേരിട്ട് B.Pharm പോയിക്കൂടെ? അല്ല, അത് ഈ മരുന്ന് ഉണ്ടാക്കുന്നൊക്കെ പഠിക്കാൻ വേണ്ടിട്ട്. അപ്പൊ കെമിസ്ട്രി പഠിക്കാനാണ് താല്പര്യമെങ്കിൽ BSc കെമിസ്ട്രി കഴിയാം. അത് കഴിഞ്ഞിട്ട് MScക്ക് മാസ്റ്റേഴ്സിൽ സ്പെഷ്യലൈസേഷന് ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് തന്നെയുണ്ട്. ചില യൂണിവേഴ്സിറ്റികളിൽ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഉണ്ട്. അല്ലെങ്കിൽ സ്പെഷ്യലൈസേഷൻ അതിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഗ്രാജുവേഷൻ കെമിസ്ട്രിയിലെ ഏതെങ്കിലും ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ എബ്രോഡിൽ വേണമെങ്കിൽ പോവാം. അതല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില സെന്റേഴ്സ് ഉണ്ട്. കേരളത്തിന് വെളിയിൽ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി കൊടുക്കുന്നുണ്ട് കോഴ്സായിട്ട്. അതായിരിക്കും നല്ലത്. ഡോക്ടർ, ഒന്നും കൂടെ ഒരു സംശയം കൂടെ. നേരത്തെ ഒരു കുട്ടി വെച്ചിട്ട് ഡോക്ടർ മെന്റലി ഹാൻഡിക്യാപ്ഡ് അല്ലെന്നൊക്കെ പറഞ്ഞില്ലേ? ചെറിയ കുട്ടികളോടൊക്കെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒന്നുകൂടി മനസ്സിലായില്ലേ മോനു? കഴിഞ്ഞ കോളില് മെന്റലി ഹാൻഡിക്യാപ്ഡ് അല്ലാത്ത കുട്ടികളെ മെന്റലി ഹാൻഡിക്യാപ്ഡ് അല്ലാത്ത കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. സാധാരണ ബോധമുള്ള കുട്ടികളാണെങ്കിൽ അവരെ നന്നാക്കി എടുക്കാൻ പറ്റുമെന്ന് പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു അത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഉത്തരം ലഭിച്ചെന്നായിരുന്നു. വിളിച്ചതിന് നന്ദി. ഓക്കെ, ഡോക്ടർ പറഞ്ഞത് തന്നെയാണ് അതിന്റെ ശരി. ഡോക്ടർ ഉദ്ദേശിച്ചത് ബുദ്ധിയിൽ ഒരു വിഷയമേ അല്ല, ആരെയും അത്തരത്തിൽ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഡോക്ടർ ഉദ്ദേശിച്ചത്. മിക്കവാറും കുട്ടികളുടെ ധാരണ എനിക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടമാണ്, ഫിസിക്സ് ഇഷ്ടമല്ല എന്ന് പറയും. ഇത് വളരെ കോൺട്രഡിക്റ്റിംഗ് ആണ്. കാരണം ഫിസിക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ഫിസിക്സ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിക്ക് എന്തായാലും മാത്തമാറ്റിക്സ് ഇഷ്ടമാവണം. മാത്തമാറ്റിക്സ് ഇഷ്ടമായിട്ടുള്ള ഒരാൾക്ക് ഫിസിക്സും ആവണം. അപ്പൊ ഞാൻ മാത്തമാറ്റിക്സ് ആണ് ചെയ്തത്, MSc. PhD ചെയ്തത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ഇസ് ടോട്ടലി ഫിസിക്സ്. അതുപോലെ എന്റെ പേപ്പർ പബ്ലിഷ് ചെയ്തത് കെമിക്കൽ എഞ്ചിനീയറിംഗിലാണ്. അപ്പൊ ഫിസിക്സും മാത്സും കെമിസ്ട്രിയും ഒരുപോലെ ജോയിൻ ചെയ്യുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇലക്ട്രോണിക്സ് കഴിഞ്ഞ ഒരാൾക്ക് നാനോ ടെക്നോളജിയിൽ പോവാം, മെഡിക്കൽ കഴിഞ്ഞ ഒരാൾക്കും നാനോ ടെക്നോളജിയിൽ പോവാം. അപ്പൊ നാനോ ടെക്നോളജി ഏത് വിഷയമാണെന്ന് ചോദിച്ചാൽ എല്ലാ വിഷയങ്ങളും കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു ടെക്നോളജിയാണ് നാനോ ടെക്നോളജി. പല കുട്ടികൾക്കും ഈ ധാരണയില്ല എന്നുള്ളതാണ് ഒരു കുഴപ്പം. ഇപ്പൊ അടുത്ത കാലത്ത് സോഷ്യൽ സയൻസ് ടീച്ചേഴ്സിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തു ഞാൻ. അപ്പൊ പലർക്കും സംശയം മാത്തമാറ്റിക്സ് PhD എടുത്ത ആൾ എങ്ങനെയാണ് സോഷ്യൽ സയൻസ് ടീച്ചേഴ്സിന്
ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ജിയോഗ്രഫി എന്ന് പറയുന്ന വിഷയം കംപ്ലീറ്റ് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ ഏത് ജിയോഗ്രഫി ടീച്ചേഴ്സിനും ശരിക്കും മാത്തമാറ്റിക്സ് അറിയുകയാണെങ്കിൽ ജിയോഗ്രഫി നന്നായിട്ട് പഠിക്കാം. ഇപ്പൊ ഹിസ്റ്ററി പഠിക്കണമെങ്കിൽ മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയുകയാണെങ്കിൽ ഹിസ്റ്ററി പഠിക്കാം. അപ്പോൾ എല്ലാ വിഷയങ്ങളും റിലേറ്റഡ് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ ഒരു വിഷയം ഇഷ്ടമല്ല, മറ്റൊരു വിഷയം ഇഷ്ടമാണെന്ന് പറയുമ്പോൾ, ഇപ്പൊ സാധാരണ നല്ല പോലെ ഭക്ഷണം കഴിക്കുന്ന ഒരാൾ ഒരു ഭക്ഷണം മാത്രം ഏറ്റവും നല്ലോണം കഴിക്കുന്നവരെ നമ്മൾ നല്ലോണം ഭക്ഷണം കഴിക്കുന്നവരെന്ന് പറയില്ല. കുറെ വെറൈറ്റി കഴിക്കുന്ന ഒരാളാണ് നല്ല ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ നല്ല സ്റ്റുഡന്റ് എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളിലും ഒരേപോലെ പഠിക്കുന്ന ഒരാളാണ്. നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ സൈക്കിൾ റൈഡിങ്, ഒരേ റൂട്ടിൽ മാത്രം സൈക്കിൾ ഓടിക്കാൻ പറ്റുന്ന ഒരാളെ നമ്മൾ നല്ല സൈക്ലിസ്റ്റ് എന്ന് പറയാറില്ല. ഡിഫറെന്റ് റൂട്ട്സിൽ സൈക്കിൾ ഓടിക്കാൻ പറ്റണം. അപ്പൊ നല്ല സ്റ്റുഡന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഒരേപോലെ പ്രാവീണ്യം നേടാൻ പറ്റുന്നവരാണ്. ഈ സ്പെഷ്യലൈസേഷൻ തോന്നലോടുകൂടി എനിക്ക് ഈ വിഷയമാണ് ഇഷ്ടം, മറ്റേ വിഷയം പറ്റില്ല എന്ന ബോധത്തോടുകൂടി ചെറിയ പ്രായത്തിൽ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ബാക്കി വിഷയങ്ങൾ അവർ വീക്കാവുന്നത്. ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കണം എന്ന താല്പര്യത്തോടു കൂടി പഠിക്കുന്ന ഒരു പയ്യൻ അവൻ ഹിസ്റ്ററി ക്ലാസ്സിൽ ശ്രദ്ധിക്കില്ല. കാരണം അവൻ ഓൾറെഡി തീരുമാനിച്ചിട്ടുണ്ട്. 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ പറയാണ് ഇയാളുടെ വിഷയം എഞ്ചിനീയറിംഗ് ആണ് അല്ലെങ്കിൽ മെഡിസിൻ ആണ്. അപ്പൊ തന്നെ അവർ തീരുമാനിച്ചു ഇനി എനിക്ക് സോഷ്യൽ സയൻസ് ആവശ്യമില്ല, അതുകൊണ്ട് കോൺസെൻട്രേഷൻ കുറയും. പറ്റുന്ന അബദ്ധം, ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അയാൾക്ക് ഒരു ബാങ്ക് ടെസ്റ്റ് എഴുതണം തോന്നിയാൽ അതിനകത്ത് വരുന്ന ചോദ്യത്തിൽ ഒരു 40% ജിയോഗ്രഫിയാണ്. ഈ ബിക്കംസ് എ ഫെയിലിയർ. ഡോക്ടർ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം. മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. കോൾ ഡ്രോപ്പ് ആയി. അപ്പൊ പലപ്പോഴും ഈ 10ാം ക്ലാസ് വരെ നമ്മൾ ബേസിക് ആയിട്ട് എല്ലാ വിഷയങ്ങളും നല്ലോണം പഠിപ്പിക്കാൻ തീരുമാനിച്ചതിന് കാരണം എല്ലാ വിഷയങ്ങളെ കുറിച്ചും ജനറൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഒരു വിഷയത്തെ ഇഷ്ടപ്പെട്ടിട്ട് മറ്റു വിഷയത്തെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്ന സ്വഭാവം. ഡോക്ടർ, അതിനിടയിൽ എനിക്ക് തോന്നുന്ന ഒരു സംശയം, ഇപ്പോ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ വരെ, ഇപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് തന്നെ ഏതാണ്ട് ഒരുവിധം എല്ലാ പുസ്തകങ്ങളും കവറാവുന്ന രീതിയിൽ ഇതൊരു ഓവർലോഡ് കൊടുക്കുന്നതാണെന്ന് ഡോക്ടർക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ കാലത്തെ കുട്ടികൾ ഹൈലി ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള നോളജ് എക്വയർ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ളവരാണ്. എനിക്ക് തോന്നുന്നു ഞാനൊക്കെ ചെറുതാവുമ്പോൾ കിട്ടുന്ന ആ ഒരു നോളജ് ഇപ്പോഴുള്ള കുട്ടികളുടെ നോളജ്, അവർക്ക് കുറേ പഠിക്കാൻ കഴിവുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ, ഞാൻ സാധാരണ പറയാതെ, ഞാനൊക്കെ BC-യിൽ പറഞ്ഞിട്ടുള്ള ആളാണ്, ബിഫോർ കമ്പ്യൂട്ടേഴ്സ്. ഇപ്പോഴുള്ള കുട്ടികളൊക്കെ AD ആണ്, ആഫ്റ്റർ ഡിജിറ്റൽ വേൾഡ് ആണ്. ഡോക്ടർ, അതിലേക്ക് വരാം. മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? അബ്ദുസലാമാണ്, അബുദാബിന്നാണ്. സലാം ഭായി, ചോദിച്ചോളൂ, ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ, എന്റെ മോനെ മൊത്തത്തിൽ പഠിക്കാൻ തരക്കില്ലാത്തൊരു കുട്ടിയാണ്. SLC-ക്കൊക്കെ അവരുടെ സ്കൂളിൽ ഏറ്റവും ടോപ്പ് മാർക്കായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യണു മകൻ? പ്ലസ് 2 സയൻസ് വിഷയത്തിലാണ് പഠിച്ചത്. മെഡിസിന് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ എൻട്രൻസിൽ 10,000-ന് മുകളിൽ റാങ്ക് വന്നതുകൊണ്ട് മാനേജ്മെന്റ് കോട്ടയിലൊന്നും പൈസ കൊടുത്ത് പഠിപ്പിക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ചിന്തിച്ചില്ല. പിന്നെ അവന് കെമിസ്ട്രി പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവൻ അടുത്തൊന്നും കെമിസ്ട്രി പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം ഫിസിക്സിനാണ് അവൻ ജോയിൻ ചെയ്തിട്ടുള്ളത്. BSc ഫസ്റ്റ് ഇയർ ആണ്. എവിടെയാ പഠിക്കണേ? അവിടെ മലപ്പുറത്താണ്. ഏത് കോളേജിലാ? അവിടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വന്നത്. മഴത്തിന്റെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. അപ്പൊ അങ്ങനെ എടുക്കുന്ന ഒരു കുട്ടിക്ക് പിന്നെ BSc ഫിസിക്സ് കഴിഞ്ഞാൽ അവന്റെ ഫ്യൂച്ചർ എന്തായിരുന്നു, ഏതെല്ലാം മേഖലയിലേക്ക് പോകാൻ പറ്റും എന്നതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. BSc ഫിസിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് താല്പര്യമുണ്ടെങ്കിൽ MSc-ക്ക് പോവാം, ഹയർ സ്റ്റഡീസ് പോയി PhD എടുക്കാം. അതല്ലെങ്കിൽ BSc കഴിഞ്ഞാൽ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന കുറെ ഫീൽഡുകളുണ്ട്. ബ്രാഞ്ച് ഔട്ട് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ അവൈലബിൾ ആണ് BSc ഫിസിക്സ് കഴിഞ്ഞാൽ. നമുക്ക് വേണ്ടതാണ്. കാരണം നമുക്ക് കൂടുതൽ ജോലി സാധ്യതകളായിരിക്കണം. ഈ തിരക്കില്ലാതെ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയായിരിക്കണം. എന്തെങ്കിലും കുറെ പഠിച്ച് കാര്യം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അതെ, നല്ലോണം പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതല്ലാതെ ഏതെങ്കിലും ടെക്നിക്കൽ സ്കിൽ പ്രോഗ്രാംസിന് പോയാൽ ലാബോറട്ടറികളിൽ പിന്നെ സയന്റിഫിക് അസിസ്റ്റൻസ് ആയിട്ട്, ടെക്നിക്കൽ അസിസ്റ്റൻസ് ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അതിന് സാധാരണ BSc ഫിസിക്സുകാരെയാണ് സെലക്ട് ചെയ്യാറ്. അവര് ഏകദേശം ബിടെക്കിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സ്കില്ലിലേക്ക് പോകുന്ന തരത്തില് BSc ഫിസിക്സിന് ശേഷം ഏതെങ്കിലും ടെക്നിക്കൽ ഫീൽഡിൽ ടെക്നിക്കൽ സ്കില്ല് ഉള്ളവരായിട്ട് മാറണം. വേറൊരു ഓപ്ഷൻ ഉള്ളത് MCA-ക്ക് പോവാം, മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസിന് പോവാം.
ആ BSc ഫിസിക്സിന് ശേഷം MCAക്ക് പോയാലും നല്ല സ്കോപ്പ് ഉണ്ട്. അതുപോലെ MSc കമ്പ്യൂട്ടർ സയൻസ് ഓപ്ഷൻസ് ഉണ്ട് BSc ഫിസിക്സ് കഴിഞ്ഞാൽ. അതുപോലെ റിമോട്ട് സെൻസിങ്, ഇമേജ് പ്രോസസിങ്, അത്തരം കുറെ ഓപ്ഷൻസ് ഉണ്ട് BSc ഫിസിക്സ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അത്തരം എന്റെ നമ്പർ ഇപ്പൊ താഴത്ത് എഴുതിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ നാട്ടിൽ വിളിച്ചാൽ കിട്ടുന്നതാണ്. 23-ാം തീയതിക്ക് ശേഷം വിളിച്ചാൽ ഞാൻ ആ നമ്പറിൽ അവൈലബിൾ ആവും. മലപ്പുറത്തും കുറ്റിപ്പുറത്തും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോവാറുള്ളതാണ്. MESൽ പോകുന്നുണ്ട് അടുത്ത ആഴ്ച തന്നെ. ഓക്കെ, സ്ക്രീനടിയിൽ താങ്ക് യു, ഗോഡ് ബ്ലസ് യു. സ്ക്രീനടിയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ സാറിന് അവൈലബിൾ ആണ്. ഓക്കെ ഡോക്ടർ, അപ്പോൾ ഞാൻ ചോദിച്ചതും ഡോക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഓവർലോഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികൾ ഹൈലി മൾട്ടിമീഡിയ കുട്ടികളാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികളെ നോക്കിയാൽ അവർ കാണാൻ TV കാണുന്നുണ്ടാവും, അതേ സമയത്ത് ബുക്ക് തുറന്ന് വായിക്കാൻ പറ്റും, ലാപ്ടോപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാവും, ചെവിയിൽ എന്തെങ്കിലും കുത്തിയിട്ട് പാട്ട് കേൾക്കുന്നുണ്ടാവും, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, അമ്മയുടെ വഴക്കം കേൾക്കുന്നുണ്ടാവും. ഇതിനൊക്കെ ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൾട്ടിമീഡിയ കുട്ടികളാണ് ഇന്നത്തെ കുട്ടികൾ. അവരെ അങ്ങനെ വളർത്തിയെടുക്കാനുള്ള സാഹചര്യം ഇന്നുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോ 8ാം ക്ലാസ്സിലെ എന്റെ കുട്ടികൾ എനിക്ക് രാവിലെ വാട്സപ്പിൽ ന്യൂസ് അയച്ചു തരും. അവര് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ന്യൂസ് അയച്ചു തരുന്നതാണ് എന്റെ ജനറൽ നോളജ്. ഒരു 10-40 കുട്ടികളുണ്ട് സ്ഥിരമായിട്ട് ന്യൂസ് പേപ്പർ വായിച്ച് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നവര്. അവർ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ കുറിച്ച് റിവ്യൂ പറയാൻ പറഞ്ഞാൽ അസലായിട്ട് പറയും. ഈ എബിലിറ്റി കിട്ടിയിട്ടുള്ളത് അവര് മീഡിയയിൽ എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ്. ന്യൂസ് പേപ്പർ അസലായിട്ട് വായിക്കും, TV പ്രോഗ്രാംസ് കാണും, എന്റർടൈൻമെന്റ് നന്നായിട്ട് കാണും, അവർക്ക് സ്പോർട്സിനെ കുറിച്ചും മ്യൂസിക്കിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് അറിയാം. അതേസമയത്ത് നമ്മുടെ കാലഘട്ടത്തിലൊക്കെ നമുക്കൊരു മ്യൂസിക് കേൾക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ പ്രസംഗം കേൾക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവിടെ നടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, വാജ്പേയി പയ്യന്നൂർ വരുന്ന സമയത്ത് ഞാൻ നടന്നു പോയിട്ടാണ് വാജ്പേയിയുടെ പ്രസംഗം കേട്ടിട്ടുള്ളത്. കാരണം അന്ന് നമുക്ക് TVയിലോ ഒന്നും കേൾക്കാനുള്ള സാധ്യതയില്ല. ഇന്ന് എല്ലാം നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് നോളജ്. അപ്പോൾ വേസ്റ്റ് ചെയ്യാൻ സമയമില്ലാതെ നോളജ് അക്വസിഷന് പറ്റുന്ന കുറേ സാഹചര്യങ്ങൾ ഇന്നുണ്ട്. ജനറൽ നോളജ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും. ഇന്നലെ ലുലു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ ചോദിക്കായിരുന്നു എൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരാളോട്, ഇന്ന് രാവിലെ പിന്നെ ലുലു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഓക്കെ ഡോക്ടർ, അതിലേക്ക് വരുന്നതിന് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സഞ്ജീവ്. ഓക്കെ സഞ്ജീവ്, ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ സഞ്ജീവ്. ഹലോ ഡോക്ടർ, നമസ്കാരം. മകള് ഇന്ത്യയിലെ IIM പഠിക്കുന്നത് ഇൻഡോറില്. ഓക്കെ, വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അത് അവരുടെ പുതിയ കോഴ്സ് ഉണ്ട്, 5-year കോഴ്സ്, ഇന്റഗ്രേറ്റഡ്. ഓക്കെ, അപ്പൊ അത് എന്ന് വെച്ചാല് ഡിഗ്രി അവർ കൊടുക്കുന്നില്ല. അറിയാം. അപ്പൊ അതിന്റെ സ്കോപ്പ് എങ്ങനെയായിരിക്കും 5 years കഴിഞ്ഞാല്? ഇപ്പൊ ഏത് വർഷമായി? ഇപ്പൊ ഫസ്റ്റ് ഇയർ ജോയിൻ ചെയ്തിട്ടുള്ളൂ ഈ ഓഗസ്റ്റ്. ഓക്കെ, പ്രോഗ്രാമിന്റെ പേരെന്താണ്? MBA IPM, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഇൻ മാനേജ്മെന്റ്, 5-year പ്രോഗ്രാം. ഓക്കെ, അത് UGCയുടെ ഒരു അപ്രൂവലോട് കൂടി ചെയ്യുന്ന പ്രോഗ്രാം തന്നെയാണ്. അതെ അതെ അതെ. ഓക്കെ, അത് ഗ്രാജുവേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണോ, ഗ്രാജുവേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളതാണോ ഒന്ന് ചെക്ക് ചെയ്യണം. അതല്ല, ഈ 3 year കഴിഞ്ഞാല് അവരുടെ നെക്സ്റ്റ് 2 years PGP സ്റ്റുഡൻസിന്റെ കൂടെ ഇന്റഗ്രേറ്റ് ചെയ്യും. പക്ഷെ അവർക്ക് ഗ്രാജുവേഷൻ കിട്ടുന്നുണ്ടാവും എന്തായാലും. അവർക്ക് ഗ്രാജുവേഷൻ 3 years കിട്ടുന്നില്ല. അപ്പൊ അതിന് പാരലൽ ആയിട്ട് അവര് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ കോഴ്സ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ്, അതാ ഞാൻ പറഞ്ഞത്, ഗ്രാജുവേഷൻ ഉള്ള ഒരു പ്രോഗ്രാം എന്തായാലും ഉണ്ടാവും. കാരണം IIM-ന് ഡിപ്ലോമ കൊടുക്കാനുള്ള ആക്ടിവിറ്റി മാത്രമേ ഉള്ളൂ. IIM എന്ന് പറയുന്നത് UGCയുടെ ഡിഗ്രി കൊടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല. അതുകൊണ്ട് ഗ്രാജുവേഷൻ അവർ കൊടുക്കുന്നത് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ ആണ്. എന്റെ ചോദ്യം ഇതായിരുന്നു, അതായത് 5 വർഷം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ മകളെ ചെയ്യുന്ന അറിയാം. ഓൾമോസ്റ്റ് 6:45 മുതൽ രാത്രി 2 മണി വരെ ഷീസ് എൻഗേജ്. വണ്ടർഫുൾ, വെരി ഗുഡ്. 7 days a week. വെരി ഗുഡ്. അങ്ങനെ ആകുമ്പോ എവറി 3 months 15 days ഹോളിഡേ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഗ്രാജുവേഷന് ശേഷം പലരും ട്രൈ ചെയ്യുന്ന ഒരു ഓപ്ഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIM. ആ IIM-ലെ +1 +2 കഴിഞ്ഞിട്ട് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഗ്രാജുവേഷൻ ഇല്ല എന്ന് പറഞ്ഞതാണ് ഞാൻ ആദ്യം കറക്റ്റ് ചെയ്തത്. ഗ്രാജുവേഷൻ ഉണ്ട്, ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ ആണ്. അതിന്റെ കൂടെ തന്നെ ഈ ഒരു ഡിപ്ലോമ പ്രോഗ്രാമും കൂടി കിട്ടുമ്പോ ഷീ വിൽ ബിക്കം റിയലി എലിജിബിൾ ഫോർ എ ഗ്രേറ്റ് ജോബ്. ആ
ഒന്നി തിങ്ങുന്നത് ഞാനിപ്പോ പറയുന്നത്, ഞാനിപ്പം മൾട്ടിനാഷണൽസിലെ വർക്ക് ചെയ്തിരുന്നത്, ഓക്കെ, ഫിലിപ്സ് അതുപോലത്തെ സീമെൻസ് ഒക്കെ. അപ്പൊ ഇവിടെ മിനിമം ഒരു ഗ്രാജുവേഷൻ വേണം എൻട്രി ലെവലിന്റെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഗ്രാജുവേഷൻ ഉണ്ടെന്നുള്ളത് ഞാൻ കൺഫേം ചെയ്യുക ചെയ്തത്. ഇറ്റ്സ് എൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഗ്രാജുവേഷൻ. ഇറ്റ് ഈസ് ഈക്വലന്റ് ടു, ബിക്കോസ് ഇറ്റ്സ് എ നാഷണൽ യൂണിവേഴ്സിറ്റിയുടെ ഗ്രാജുവേഷൻ ആണ് അവർ കൊടുക്കുന്നത്, ഇഗ്നുവിന്റെ. Yeah, that's what I'm saying. So it has got all the validity of a normal college graduation. Okay, so nothing to worry. Yes, I know. ഇത് വളരെ നല്ലൊരു കോഴ്സാണ്. നല്ല കോഴ്സാണ്. It's a wonderful course. the program കാണുമ്പോൾ I really need to talk to you. Yeah, definitely you are welcome. Okay, Sanjeev, thank you so much for calling. Okay, ഡോക്ടർ, അപ്പോൾ ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് ലുലു എന്ന വേർഡിന്റെ അർത്ഥം. ആ വേർഡിന്റെ അർത്ഥം അതിപ്പോ നമ്മളിപ്പം ഡിക്ഷണറി എടുത്ത് നോക്കണം, അല്ലെങ്കിൽ അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കണം. ഇപ്പൊ നമുക്ക് എല്ലാ ടെലിഫോണിലും ഉടനെ തന്നെ നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. ഇനി അർത്ഥം നോക്കുന്ന സമയത്ത് വി ഗെറ്റ് സം സിനോണിംസ്, ഒരു 10 എണ്ണം കിട്ടും. അടുത്തതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗോ ബാക്ക് ടു ദ നെക്സ്റ്റ് വേർഡിലേക്ക് പോകും. അപ്പൊ ആ വേർഡ് കണ്ടുപിടിക്കാം. അപ്പൊ നല്ല സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടിക്ക് ഇൻഫർമേഷൻ ഗ്യാതറിങ് വളരെ എളുപ്പമാണ് ഇപ്പൊ. അതുകൊണ്ട് മൾട്ടിമീഡിയ സ്റ്റുഡൻസ് ആണ്, അവർക്ക് അതിനുള്ള ഗാഡ്ജറ്റ്സ് ഉണ്ട്, അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിവും അറിവും ഉള്ളവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ. അത് നല്ലപോലെ എന്റർടൈൻ ചെയ്യണം, പക്ഷെ കുറച്ചൊരു ഡയറക്ഷൻ ആവശ്യമാണ്. ഏത് ആവശ്യത്തിനാണ് ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണ് കുട്ടികൾ വളരുന്നത്. ഓക്കെ ഡോക്ടർ, അതിലേക്ക് വീണ്ടും തിരിച്ചു വരാം. മറ്റൊരു പ്രേക്ഷകൻ ചേർന്നു. ഹലോ, നമസ്കാരം. നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് നമ്പ്യാർ. ഓക്കെ, നമ്പ്യാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം. നമസ്കാരം സർ. കണ്ണൂരാവുമല്ലോ അല്ലേ നമ്പ്യാര്? ഞാൻ ഡോക്ടറുടെ സംസാരം കേട്ടോണ്ടിരിക്കുവാണ്. വണ്ടർഫുൾ. ഇറ്റ്സ് വെരി വെരി വണ്ടർഫുൾ റിയലി. ഞാൻ ചോദിക്കുന്നത് എന്റെ മകന് വേണ്ടിയിട്ടാണ്. ഓക്കെ. ഹീസ് എൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ. ഓക്കെ. വർക്കിംഗ് വിത്ത് വൺ ഓഫ് ദ മൾട്ടിനാഷണൽ കമ്പനീസ് ഇൻ ബാംഗ്ലൂർ. ഓക്കെ. He has done his CCNA and CCNP. ഓക്കെ. എവിടുന്നാ ഗ്രാജുവേഷൻ? ബാംഗ്ലൂരിലാണ്. ഓക്കെ. രാമയ്യ കോളേജ്. ഓക്കെ. ഞാൻ ബാംഗ്ലൂരാണ് തുടങ്ങിയത് എന്റെ പ്രൊഫഷൻ. ഡോക്ടർ എനിക്ക് അറിയുന്നത് തന്നെയാണ്. ഓക്കെ. ഇൻട്രൊഡക്ഷൻ ഫോർ യു. ഓക്കെ. എന്റെ ചോദ്യം എന്ന് വെച്ചാല്, മകനിപ്പം ഇവിടെ നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ. അവനിപ്പം പിന്നെ ജിമാറ്റിന്റെ എക്സാമിന് പ്രിപ്പറേഷൻ ആണുള്ളത്. ഓക്കെ, ഗുഡ്. അപ്പോ IIM-ന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഇതിൽ എങ്ങനെയാണ് ഈ സ്കോപ്പ് എങ്ങനെയാണ് വരുന്നത്? സോറി, നമ്മുടെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ നെറ്റ്വർക്കിംഗ് ചെയ്തിട്ട് അതിന്റെ സ്കോപ്പ് എങ്ങനെയാണ് ഡോക്ടർ പറയാൻ? അല്ല, ഇപ്പൊ IIM-ലേക്ക് പോണെന്നല്ലേ പറഞ്ഞത്? അല്ല, IIM-ന് വേണ്ടിട്ട് പ്രിപ്പറേഷന് വേണ്ടിട്ട് അവൻ ജിമാറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ IIM-ൽ പോവാണെങ്കിലും അതിന്റെ സ്കോപ്പ് എങ്ങനെയാണ്? അല്ല, 2 ഓപ്ഷൻസ് ആണ്. നമ്മളിപ്പം ടെക്നിക്കൽ വിങ്ങിൽ നിന്നും മാനേജ്മെന്റ് വിങ്ങിലേക്ക് പോകുമ്പോൾ, ടെക്നിക്കൽ ആണ് താല്പര്യമുള്ള ഒരാളാണെങ്കിൽ മാനേജ്മെന്റ് കോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. പക്ഷെ മാനേജ്മെന്റ് മിക്കവാറും ടെക്നിക്കൽ ഓർഗനൈസേഷൻസ് കുറച്ചു കാലം വർക്ക് ചെയ്യുമ്പോഴത്തേക്കും യു ഹാവ് ടു ബിക്കം എ മാനേജർ. അതുകൊണ്ടാണ് സാധാരണ എക്സിക്യൂട്ടീവ് മാനേജ്മെന്റ് പ്രോഗ്രാംസ് ഉള്ളവര് ഒരു 10 വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഇൻഡസ്ട്രി ദെൻ ഗോ ഫോർ മാനേജ്മെന്റ് കോഴ്സാണ് ഏറ്റവും നല്ലത്. ഓക്കെ. ഈ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇപ്പൊ അറിയുന്ന സബ്ജക്റ്റിൽ നല്ലപോലെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ള ഒരാൾക്ക് അത് കഴിഞ്ഞിട്ട് MBA ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, മാനേജ്മെന്റ് സ്കില്ല്, അതാണ് ഏറ്റവും നല്ലൊരു പ്രോഗ്രാം. മിക്കവാറും കുട്ടികൾ MBA ഓപ്റ്റ് ചെയ്യാൻ കാരണം, അല്ലെങ്കിൽ മാനേജ്മെന്റ് സബ്ജക്ട് ഏതായാലും ഓപ്റ്റ് ചെയ്യാൻ കാരണം അവരിപ്പോഴുള്ള വിഷയത്തിലുള്ള ഭയം കൊണ്ടാവും. അതല്ലാത്തടത്തോളം കാലം they have to work in that technical field for some time എന്നാണ് എന്റെ പ്രിസ്ക്രിപ്ഷൻ. കാരണം ഒരു പ്രാവശ്യം മാനേജ്മെന്റിലേക്ക് ചാടിയാൽ തിരിച്ച് ടെക്നിക്കൽ സ്കില്ലിലേക്ക് ചാടാൻ ബുദ്ധിമുട്ടാണ്. അതേസമയത്ത് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടാണ് മാനേജ്മെന്റിലേക്ക് ചാടുന്നതെന്ന് വിചാരിക്കാം, എപ്പോ വേണമെങ്കിലും ടെക്നിക്കലിലേക്ക് അയാൾക്ക് മാറാം. അതെ, അതുകൊണ്ട് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അവനവൻ പഠിച്ച ഫീൽഡിൽ വിടാതെ കുറച്ചു കാലമെങ്കിലും നിന്നാൽ യു ബിക്കം എ റിയലി മാസ്റ്റർ ഇൻ ദാറ്റ് സബ്ജക്ട്. ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ഹാഫ് ആൻ അവർ മുന്നേ അവനോട് സംസാരിക്കുമായിരുന്നു. ഓക്കെ.
he has got an experience of about 3 years. I told him to get some more experience in the technical field തന്നെ. അതായിരിക്കും ഒരു 10 years എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളത്. കാരണം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. MBA എപ്പോ വേണമെങ്കിലും എടുക്കാം. ഓക്കെ നമ്പ്യാർ, ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. സമയപരിമിതി മൂലമാണ് ഇടപെടുന്നത്, ക്ഷമിക്കുക. എന്തായാലും SMS അയച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി, വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നിരവധി പ്രേക്ഷകർ ഇപ്പോഴും വിളിക്കാൻ നോക്കുന്നുണ്ട്. അടുത്ത ന്യൂസിലേക്കും പരിപാടിയിലേക്കും കടക്കേണ്ട സമയമായതുകൊണ്ട് മാത്രമാണ് വൈൻഡപ്പ് ചെയ്യുന്നത്. ഡോക്ടറോട് മുഴുവനായും ചോദിച്ചു തീർന്നില്ല. ഏതാണ്ട് 20ഓളം പുസ്തകങ്ങൾ ഡോക്ടർ എഴുതിയിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറുടെ 2 പുസ്തകങ്ങൾ, ലൈഫ് ഓഫ് ലവ്, ലൈഫ് മെയ്ഡ് സിമ്പിൾ എന്ന 2 പുസ്തകങ്ങൾ എന്റെ കയ്യിൽ സ്റ്റുഡിയോയിലുണ്ട്. ഒപ്പം റൈസിംഗ് ഓഫ് ദ ഇന്ത്യ ബൈ ദ റൈസ് ഓഫ് ഇന്ത്യ എന്നൊരു പുസ്തകം, റൈസ് ഓഫ് ഇന്ത്യ എന്ന വളരെ പ്രശസ്തമായ ഒരു പുസ്തകത്തെ കുറിച്ചൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയപരിമിതി മൂലം ചോദിക്കാം. മറ്റൊരു അവസരത്തിൽ ഡോക്ടറെ ഇതുപോലെ അതിഥിയായി 19ഉം 20ഉം ഞാനിവിടെ ഉണ്ട്. മില്ലേനിയം സ്കൂളിലാണ് പ്രോഗ്രാം. അതെ, 19-ാം തീയതിയും 20-ാം തീയതിയും ഡോക്ടർ ദുബായ് മില്ലേനിയം സ്കൂളിൽ വെച്ച് ഡോക്ടറുടെ ഒരു ട്രെയിനിങ് 2 ഡേയ്സ് വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ, വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് അതിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഡോക്ടർ നൽകുന്നതായിരിക്കും. എന്തായാലും ഡോക്ടർ വളരെ വളരെ നന്ദി. ഒരു സങ്കടം മാത്രമേ ഉള്ളൂ, മുഴുവനായും ചോദിച്ച് തീർക്കാൻ പറ്റിയില്ല എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ. അതിഥിയായി വന്നതിന് വളരെ നന്ദി. അടുത്ത പരിപാടിയിലേക്ക്